My dear friends, I greet you in the name of the risen Lord. Christ is risen. Hallelujah. I am sure you're all in your houses, a little closed up. Don't worry. This was the experience of the early disciples and apostles. The Holy Spirit is coming to liberate us, to make us free. You know that 50 days after Jesus rose, the Holy Spirit came down and almost renewed the whole world, the Feast of Pentecost. We will also celebrate it in our diocese along with many other things that we are doing, a lot of charities that we are doing, but this celebration of the Feast of the Holy Ghost will take place in our diocese also. Our BCCRS will have the service like in the previous years, beginning on 31st May, Saturday evening at 9 p.m. and this will be a celebration in which all of us will participate. It's being done along with the support and collaboration of the Evangelization Commission of our Archdiocese. May the Holy Spirit anoint us. May the Holy Spirit bring back the joy in us. May the Holy Spirit unite all of us together, and we will surely be part of this big celebration. May the Holy Spirit bless us all. Thank you. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, പെന്തക്കോസ്ത് തിരുനാളിന് ഒരുങ്ങുന്ന ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധജനങ്ങൾ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. കർത്താവെ, പെന്തക്കോസ്ത് തിരുനാളിന് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ വലിയ പരിശുദ്ധാത്മാഭിഷേകത്തിന് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാർ പെന്തക്കോസ്ത് അനുഭവം അനുഭവിച്ചതുപോലെ, അഗ്നിനാളമായി പരിശുദ്ധാത്മാവ് അവരിൽ വസിച്ചതുപോലെ, ദൈവിക ശക്തിയാൽ അഭിഷേകത്താൽ നിറവാൽ നിറഞ്ഞതുപോലെ, കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ സമൂഹം മുഴുവൻ നിറയട്ടെ. കർത്താവെ, പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വർഷിച്ചതുപോലെ ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വർഷിക്കണമേ. കർത്താവെ, പരിശുദ്ധാത്മാഭിഷേകത്തിന് ഞങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോയൽ പ്രവാചകന്റെ പ്രവചനം ഞങ്ങളിലൂടെ പൂർത്തിയാകട്ടെ. ഞങ്ങളുടെ ഈ അതിരൂപതയെ, ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാവട പിതാവിനെ, കർത്താവെ, പ്രാർത്ഥിക്കുന്ന ജനസമൂഹത്തെ മുഴുവൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവിധ ഭാഷക്കാരും വിവിധ ദേശക്കാരുമായ എല്ലാവരെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആദിമ സമൂഹത്തിൽ നിറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരിലേക്കും നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വിശുദ്ധീകരണവും ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധീകരണം കർത്താവെ ഞങ്ങളിൽ നിറയ്ക്കണമേ. ഈശോയുടെ വലിയ വാഗ്ദാനം, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ ഒരു സഹായകനെ നൽകുകയും ചെയ്യുമെന്ന കർത്താവിന്റെ വാഗ്ദാനം ഈശോയെ ഞങ്ങളിൽ പൂർത്തിയാകട്ടെ. പരിശുദ്ധാത്മാവെന്ന വലിയ വാഗ്ദാനത്തിന്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാഭിഷേകത്താൽ ഞങ്ങൾ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ ഞങ്ങൾ നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ്, ശക്തിയുടെ ആത്മാവ്, വരദാനങ്ങളുടെ ആത്മാവ്, കർത്താവേ, ഫലങ്ങളുടെ ആത്മാവ് ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മ ശക്തിയാൽ നിറയ്ക്കട്ടെ. ആമേൻ. Oh,
Lord,
യേശുവേ ഞങ്ങളുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരണമേ. ആത്മാവേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഉള്ളിൽ പന്തക്കുസ്ത അനുഭവം നിറയ്ക്കണമേ. ഈ ദേശം പന്തക്കുസ്ത അനുഭവത്താൽ നിറയട്ടെ. കർത്താവായ ഈശോയെ, പന്തക്കുസ്തായ്ക്ക് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയ ദാഹം നിറയ്ക്കണമേ. കർത്താവേ, ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെയും ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. ദുഃഖ ദുരിതങ്ങളുടെ വേദനയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, മഹാമാരിയുടെ ദുരിതം അനുഭവിക്കുമ്പോൾ, കർത്താവേ, പരിശുദ്ധാത്മാ അഭിഷേകത്തിന് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാ അഭിഷേകത്തിന് ഞങ്ങൾ ദാഹിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. തിരുനാൾ അവസാനിക്കുന്ന മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും വിശുദ്ധ ലിഖിതങ്ങൾ അരുൾ ചെയ്യുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടുന്ന് പറഞ്ഞത്. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞങ്ങൾ ദാഹിക്കട്ടെ. പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയട്ടെ. കർത്താവേ, ഏലിയായിൽ നിറഞ്ഞു നിന്ന ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് ആഗ്രഹിച്ച എലീശയെ പോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കാൻ, ഇരട്ടിപ്പങ്ക് കാലഘട്ടത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയട്ടെ. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. കർത്താവേ, അത്യുന്നതന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവ് സഭയെ പരിപോഷിപ്പിക്കുന്ന, പന്തക്കോസ്തായിൽ സ്ത്രീഹന്മാരുടെ മേൽ നിറഞ്ഞ് ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ദേശത്തിന്റെ മേൽ നിറയട്ടെ. ഞങ്ങളുടെ മേൽ നിറയട്ടെ. ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ എല്ലാവരും പൂരിതരാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരദാനങ്ങളാൽ ഞങ്ങൾ നിറയട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. വ്യക്തി ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പ്രാർത്ഥനയിൽ അഭിവൃദ്ധിപ്പെടട്ടെ. കർത്താവായ ഈശോയെ, പരസ്പര സ്നേഹിക്കാനുള്ള കൃപ നൽകണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തി ഞങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിറയട്ടെ. സ്ലേഹന്മാരെ പോലെ അങ്ങയെ പ്രഘോഷിക്കാനുള്ള കൃപ, കർത്താവേ, ദൈവീക ശക്തി അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധാത്മ അഭിഷേകത്തിന് ഞങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സാന്നിധ്യത്തിൽ എലീശ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ, അവളുടെ ഉദരത്തിൽ യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കുതിച്ചു ചാടിയതുപോലെ പരിശുദ്ധാത്മ അഭിഷേകം നിറയാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, പന്തക്കോസ്താ തിരുനാളിൽ സ്നേഹന്മാരുടെ കൂടെ നിന്ന് പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്ക് അവരെ നയിച്ചതുപോലെ ഞങ്ങളുടെ സമൂഹത്തെ, ഞങ്ങളുടെ അതിരൂപതയെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ, പ്രത്യേകമായി ഞങ്ങൾ ഓരോരുത്തരുടെയും കൂട്ടായ്മയെ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഭാഷയുടെ അതിരുകൾക്കപ്പുറം, ദേശത്തിന്റെ അതിരുകൾക്കപ്പുറം പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞ് കർത്താവിനെ പ്രഘോഷിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, വരങ്ങളാൽ, അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദേശം പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ. സ്ത്രീഹന്മാർ പ്രഘോഷിച്ചതുപോലെ അങ്ങയെ പ്രഘോഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ദേശത്തിന്റെ മേൽ, രാജ്യത്തിന്റെ മേൽ, ഈ മഹാമാരിയുടെ സാംക്രമിക രോഗത്തിന്റെ കാലത്ത് ഞങ്ങൾ ആയിരിക്കുന്ന എല്ലാ അവസ്ഥകളിലും പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ ശക്തി നിറയാൻ കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മലാഹമാരുടെ ശക്തിയാൽ, സാന്നിധ്യത്താൽ ഞങ്ങളെ പരിശുദ്ധാത്മ അഭിഷേകം നിറയ്ക്കണമേ. കർത്താവെ, ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവീക ശക്തിയുടെ അനുഭവം കർത്താവെ, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, സഭയെയും ലോകത്തെയും രാജ്യത്തെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവേ അങ്ങയുടെ തിരുമുൻപിൽ കൊണ്ടുവന്ന തിരുരക്തത്തിന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ സമർപ്പിച്ച് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആമേൻ.
പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളിൽ നിറയാൻ വചനത്താൽ, തിരുരക്തത്താൽ, തിരുവചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങാൻ, പന്തക്കൊസ്ത അനുഭവത്തിന് വേണ്ടി ഒരുങ്ങാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വിശുദ്ധാത്മാക്കളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ഉപേക്ഷിക്കണം. വിശുദ്ധ മാലാഖമാരെ ഞങ്ങൾക്ക് സംരക്ഷകരായി കൂടെ ഉണ്ടാകണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളുടെ കൂടെ ഇറങ്ങി വസിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് പന്തക്കൊസ്തായ്ക്ക് ഒരുങ്ങുകയാണ്. 31-ാം തീയതി പന്തക്കൊസ്താ തിരുനാളാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രാവശ്യത്തെ ലോക്ക്ഡൌൺ അവസാനിക്കുക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് 31-ാം തീയതി വരെയാണ്. അന്ന് പന്തക്കൊസ്താ തിരുനാളാണ്. നമ്മൾ ഈ പന്തക്കൊസ്തായ്ക്ക് വേണ്ടി നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് നമ്മൾ ഒരുങ്ങുന്നു. ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയാൻ പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബ സാഹചര്യങ്ങൾ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജോയൽ പ്രവാചകൻ പ്രവചിച്ചു. പന്തക്കൊസ്തായിൽ സംഭവിക്കാൻ പോകുന്ന വലിയ അത്ഭുതത്തെ കുറിച്ച് ജോയൽ പ്രവാചകൻ പ്രവചിച്ചു. ജോയൽ പ്രവാചകൻ പറയുകയാണ്, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധജനങ്ങൾ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. സംഭവിക്കാൻ പോകുന്ന വലിയ അത്ഭുതത്തെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജോയൽ പ്രവാചകൻ പ്രവചിച്ചു. അന്ന് സംഭവിക്കുന്നതാണ്. എല്ലാവരുടെയും മേൽ ദൈവം തന്റെ ആത്മാവിനെ വർഷിക്കും. എല്ലാവർക്കും പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. കുഞ്ഞുങ്ങള് അവർക്ക് ഭാഷയോ സാഹചര്യങ്ങളോ ഒന്നും മനസ്സിലാകാനാകുന്നതിന് മുൻപ് ദൈവത്തെ സ്തുതിക്കും. ദൈവ ശക്തിയാൽ പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധജനങ്ങൾ സ്വപ്നങ്ങൾ കാണും. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവർ, ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷയൊക്കെ ഒരുപാട് പേര് നഷ്ടപ്പെട്ടു. ഭാവിയെക്കുറിച്ച് ഒരുപാട് പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ കരുതിക്കൂട്ടി, നമ്മൾ കണക്ക് കൂട്ടിയിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റി. നമ്മുടെ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റി. ഭരണകർത്താക്കൾ, സാമ്പത്തിക വിദഗ്ധർ, വലിയ വലിയ കമ്പനികളുടെ ഉടമസ്ഥർ, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റി. പ്രതീക്ഷ നഷ്ടപ്പെട്ടു. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. പക്ഷെ ജോയൽ പ്രവാചകൻ പറയുകയാണ്, അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമായിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ വൃദ്ധജനങ്ങൾ സ്വപ്നങ്ങൾ കാണും. സ്വപ്നം നഷ്ടപ്പെട്ടവരിലേക്ക് പരിശുദ്ധാത്മാവ് സ്വപ്നങ്ങൾ നൽകും. നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. വഴിതെറ്റി പോകുന്നവരായിരിക്കില്ല യുവാക്കൾ. അവരിൽ പരിശുദ്ധാത്മാവ് വന്നാൽ, പരിശുദ്ധാത്മാവിന്റെ ആവാസം നിറഞ്ഞാൽ അവർ വഴിതെറ്റി പോകില്ല, തിന്മയിലേക്ക് പോകില്ല. മറിച്ച് അവർ ദർശന വരത്താൽ, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറയും. ഈശോ സ്വർഗാരോഹണ ദിവസം പറഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് പോയത്. സ്ലിഹന്മാരെ എല്ലാവരെയും കൊണ്ടുപോയി നിർത്തിയിട്ട് ഈശോ പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യത്തിൽ ഈശോ സ്ലിഹന്മാരെയൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് അവരോട് പറയുകയാണ്, ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കാൻ പോവുകയാണ്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. നിങ്ങൾ പുറത്തു പോകരുത്. ഭവനത്തിലായിരിക്കണം, ദേവാലയത്തിലായിരിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയണം. ഉള്ളു പരിശുദ്ധാത്മാവിനാൽ നിറയണം. വിശുദ്ധീകരിച്ചൊരുങ്ങണം. സ്ലിഹന്മാർ പിന്നീട് നമ്മൾ കാണുകയാണ്, യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ വളരെയധികം ആനന്ദത്തോടെ മടങ്ങിപ്പോയി. അവർ ദേവാലയത്തിലായിരുന്നു. അവർ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. സ്വർഗാരോഹണം മുതൽ പന്തക്കൊസ്താ വരെയുള്ള 10 ദിവസങ്ങൾ സ്ലിഹന്മാർ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ഇതേ കാര്യം തന്നെ ഈശോ നമ്മോട് ആവശ്യപ്പെടും. പന്തക്കൊസ്തായുടെ വലിയ ഒരുക്കം, നമ്മൾ കുറെ നാളായിട്ട് പന്തക്കൊസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു.
നോമ്പെടുത്ത് ഒരുങ്ങുന്നവരുണ്ട്, ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട്. ഈ ലോക്ക്ഡൌൺ കാലം മുഴുവൻ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ചു. ഈശോയുടെ കൂടെ ആയിരുന്നു, പ്രാർത്ഥിച്ചൊരുങ്ങി. അപ്പൊ പ്രാർത്ഥന നമുക്ക് വളരെയധികം വർദ്ധിപ്പിക്കാം. സ്ലീഹന്മാര് പ്രാർത്ഥിച്ചൊരുങ്ങിയതുപോലെ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കും. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് ഈശോ പറയുന്ന വാക്കുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയയിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയയിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഈ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഈ ദിവസങ്ങളെല്ലാം നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ദിനത്തിൽ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആവാസം നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ ഓർക്കുന്നുണ്ടാകാം, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ സെയിന്റ് പാട്രിക് പള്ളിയുടെ ചുറ്റുമായി നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. വിവിധ ഭാഷക്കാരും ദേശക്കാരുമായ നമ്മളെല്ലാവരും ആദ്യ പെന്തക്കോസ്ത് അനുഭവം പോലെ നമ്മുടെയൊക്കെ പെന്തക്കോസ്തായി ഒരുക്കി ഒന്നിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ അഭിഷേകത്താൽ ആ രാത്രി മുഴുവൻ ചെലവഴിച്ചു. ഇപ്രാവശ്യം നമുക്ക് അതിനുള്ള സാഹചര്യമില്ല. പക്ഷെ നമുക്ക് ഒരു മനസ്സോടെ ഒരാത്മാവിൽ പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ ആയിരുന്നു കൊണ്ട് ദേശം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഒരുക്കാം. വചനത്താൽ, തിരുരക്തത്താൽ നമ്മെ വിശുദ്ധീകരിക്കും. തിരുരക്തത്തിന്റെ അഭിഷേകം നമ്മളിൽ ഓരോരുത്തരിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ, പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. ജ്ഞാനസ്നാനത്തിലും സ്ഥൈര്യലേപനത്തിലും ഒക്കെ ആയിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. ഇനി പുതിയൊരു പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കില്ല. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ശക്തിപ്പെടണം. വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ നമ്മളിൽ നിറയണം. ഈശോ പറയുന്നുണ്ട്, ഒരുപാട് നിങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഈശോ ദേവാലയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉച്ചത്തിൽ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും വിശുദ്ധ ലിഖിതങ്ങൾ അരുൾ ചെയ്യുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ദാഹിച്ചൊരുങ്ങാം, ആഗ്രഹിച്ചൊരുങ്ങാം പരിശുദ്ധാത്മാവിനെ നിറയാൻ. ഈ ദിവസങ്ങളെല്ലാം നമുക്ക് ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാം, നമ്മുടെ കൂട്ടായ്മകളിൽ പ്രാർത്ഥിക്കാം. നമ്മളായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന വിവിധ കൂട്ടായ്മകൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിലെല്ലാം പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ദേശം വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഭവനവും ഭവനമിരിക്കുന്ന മണ്ണും അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും ഒക്കെ വിശുദ്ധീകരിക്കപ്പെടട്ടെ. അങ്ങനെ നമ്മൾ വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദേശം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടും. എലീശാ പ്രവാചകൻ വലിയ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഏലിയായുടെ പുറകെ നടന്ന് കഷ്ടപ്പെട്ട് സഹനമെടുത്ത് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അവസാനം ഏലിയാ പ്രവാചകൻ ചോദിക്കും, ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നിനക്കെന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എലീശാ പറയുകയാണ്, അങ്ങയിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് വേണം. അങ്ങയിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക്, കാലഘട്ടത്തിന്റെ അഭിഷേകം, കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന ആത്മാഭിഷേകത്തിന്റെ ഇരട്ടിപ്പങ്കോടുകൂടി, ഇരട്ടി ശക്തിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വർഷത്തെ അഭിഷേകം നമുക്ക് പോരാ, അതിന്റെ ഇരട്ടി അഭിഷേകം. കഴിഞ്ഞ വർഷം നമ്മളിലെ ഫലങ്ങളും ദാനങ്ങളും ഒക്കെ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിച്ചെങ്കിൽ ഇപ്രാവശ്യം വരങ്ങൾ നമുക്ക് നിറയണം. ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ഭാഷയുടെ ആത്മാവ്, അത്ഭുത പ്രവർത്തനത്തിന്റെ വരം, രോഗശാന്തി വരം, ദർശന വരം, ആത്മാക്കളെ തിരിച്ചറിയാനുള്ള വരമൊക്കെ നമ്മളിൽ നിറയാൻ വേണ്ടി ഈ വർഷം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ കർത്താവിനാൽ കുതിരപ്പുറത്ത് നിന്ന് താഴെ തള്ളിയിടപ്പെട്ട് ദൈവവചനം ശ്രവിച്ച്, കർത്താവിനെ വചനം ശ്രവിച്ച് അന്ധനായിരിക്കുന്ന സമയത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുകയാണ്, അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, 3 ദിവസത്തെ അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല, അവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അനന്യാസ് എന്ന് പറയുന്ന മനുഷ്യന് കർത്താവ് ദർശനം കൊടുത്ത് പൗലോസിന്റെ അടുത്ത് കൊണ്ടിരുമ്പോ പൗലോസിനോട് അനന്യാസ് പറയുകയാണ്, കർത്താവിന്റെ ദർശനം എനിക്കുണ്ടായി,
നിന്റെ അടുത്ത് വരാൻ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിറയാൻ വേണ്ടിയിട്ട് ഞാൻ ഐക്യപ്പെട്ടിരിക്കുകയാണ്. കാരണം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് കണ്ടു. 3 ദിവസം അവൻ ഭക്ഷിച്ചില്ല, പാനം ചെയ്തില്ല, ഉപവസിച്ച് സഹനമെടുത്തവൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിനാൽ അവൻ നിറഞ്ഞു. അവൻ കർത്താവിന്റെ ശിഷ്യനായി തീർന്നു. അവന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചു. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയണം. ആദിമ പന്തക്കൊസ്ത അനുഭവം, സ്ലീഹന്മാർ ആദ്യമായി പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച അതേ അനുഭവം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലുണ്ടായ അനുഭവം നമ്മളിലേക്ക് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആദിമ പന്തക്കൊസ്ത അനുഭവത്തെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പറയുകയാണ്. സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചപ്പോൾ, പന്തക്കൊസ്ത ദിനത്തിൽ അവർ ഒന്നിച്ചു കൂടിയപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദമുണ്ടായി. ആ ശബ്ദം അവർ താമസിച്ചിരുന്ന, അവർ വസിച്ചിരുന്ന ഭവനം മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ ഓരോരുത്തരുടെയും മേൽ നിറഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞ് ഭാഷാപരത്തോടു കൂടി അവർ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് ജനം മുഴുവൻ കേട്ടു. അവിടെ ഉണ്ടായിരുന്ന ജനം മുഴുവൻ ഓടിക്കൂടി. പന്തക്കൊസ്താ തിരുനാളിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ നിറഞ്ഞിരുന്ന ജെറുസലേമിൽ നിന്നും അവർ ഉണ്ടായിരുന്ന ഭവനത്തിലേക്ക് ജനം ഓടിക്കൂടി. അവർ പറയുകയാണ്, സ്ലീഹന്മാർ സംസാരിച്ചപ്പോൾ അവർ അവരവരുടെ ഭാഷയിൽ കേട്ടു. അവർ പറയുന്നുണ്ട്, അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയക്കാരല്ലേ? നാം എല്ലാവരും തന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? പാർത്തിയാക്കാരും മേദിയാക്കാരും എലാമിയാക്കാരും മെസൊപ്പൊട്ടാമിയ നിവാസികളും യൂദയായിലും കപ്പദോക്യയിലും പോന്തസിലും ഏഷ്യായിലും താമസിക്കുന്നവരും ഫ്രീജിയായിലും പാംഫീലിയായിലും ഈജിപ്തിലും കിറേനിയായിലും ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാം എല്ലാവരും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നുവല്ലോ. ആദിമ പന്തക്കൊസ്ത അനുഭവം എന്ന് പറയുന്നത് ഭാഷകൾക്ക് അതീതമായ ദൈവീക ശക്തിയുടെ ആവാസമായിരുന്നു. എല്ലാ ഭാഷക്കാരെയും എല്ലാ ദേശക്കാരെയും ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകമായിരുന്നു. ഓരോ വർഷവും നമ്മൾ പന്തക്കൊസ്തായി ഒന്നിച്ചു കൂടുമ്പോൾ ഭാഷയ്ക്കും ദേശത്തിനും അതീതമായി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കം നമുക്ക് ലഭിക്കുന്നു. കർത്താവിനെ പ്രഘോഷിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു. ഈ പന്തക്കൊസ്തായിൽ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് നമുക്ക് ഒരുങ്ങാം. പന്തക്കൊസ്ത അനുഭവം നമ്മളിലേക്ക് കടന്നു വരട്ടെ. ഈ ദിവസങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും ഒരുക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ മധ്യസ്ഥയായി കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അതിരൂപതയെയും നമ്മുടെ ദേശത്തെയും ഈ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭാഷ, ദേശ, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി ലോകം മുഴുവൻ ആവസിക്കാൻ നമ്മുടെ ഈ പ്രാർത്ഥനകളിലൂടെ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ ഓരോരുത്തരിലേക്ക് നിറയട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ മുഴുവനെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അഭിഷേകം നിറയട്ടെ. എല്ലാ ഭവനങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപകൾ, വരങ്ങൾ, ദാനങ്ങൾ സ്വീകരിക്കുന്നതിന്, പരിശുദ്ധാത്മ ശക്തി നിറയുന്നതിന് ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. സാഹചര്യങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. വചനത്തിന്റെ വിശുദ്ധീകരണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വചനത്തിന്റെ വിശുദ്ധീകരണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങൾ ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ ദൈവം നിങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവേ, പാവങ്ങളിൽ നിന്ന് ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. അത്ഭുതമായി, അടയാളമായി പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ. ശക്തിയായി പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. അഭിഷേകമായി പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. തിരുരക്തത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. 1 യോഹന്നാൻ 1:7, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം സകല പാപങ്ങളും നീക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങൾ, സാഹചര്യങ്ങൾ, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവിക ശക്തിയുടെ അനുഭവം നിറയട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നാടും ദേശവും ഒരുങ്ങട്ടെ. പന്തക്കൊസ്ത അനുഭവം
സ്ത്രീഹന്മാർ അനുഭവിച്ചതുപോലെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അനുഭവിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കട്ടെ. നമുക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി സമയത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് നാളിൽ പെയ്ത അഗ്നി അഭിഷേകം പോലെ, മഴ പെയ്തതുപോലെ നമ്മളിലേക്ക് പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരുടെയും നിറയട്ടെ. കുടുംബവും സമൂഹവും സാഹചര്യവും വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാഭിഷേകത്താൽ ദൈവിക ശക്തിയാൽ ഞങ്ങൾ എല്ലാവരും നിറയട്ടെ. അമ്മേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാഭിഷേകത്തിന് ഞങ്ങൾ ഒരുക്കണമേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ദേവാലയത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്നും ജലമൊഴുകുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത പരിശുദ്ധാത്മാ അഭിഷേകത്താൽ കർത്താവെ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളെ മുക്കിക്കളയത്തക്ക വിധം പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന്റെ അഭിഷേകം, ഞങ്ങളുടെ അശുദ്ധികളെ കഴുകിക്കളയുന്ന അഭിഷേകം, ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കുന്ന ജീവദായകമായ പരിശുദ്ധാത്മാ അഭിഷേകത്താൽ കർത്താവെ ഈ പെന്തക്കോസ്തായിൽ ഞങ്ങൾ ഓരോരുത്തരും നിറയാൻ കർത്താവെ ഞങ്ങളെ എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന്റെ അഭിഷേകത്തിന് സമർപ്പിച്ച് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ ഒരു സഹായകനെ നൽകുകയും ചെയ്യും. എന്നേക്കും ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് കർത്താവേ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും കുടുംബ സാഹചര്യങ്ങളിലും നിറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. ആമേൻ. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ നയിക്കാൻ, നിയന്ത്രിക്കാൻ, ശക്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, അതിനുള്ള അഭിഷേകമായി, പരിശുദ്ധാത്മാഭിഷേകമായി, ശക്തിയായി ഞങ്ങളിലേക്ക് കടന്നു വരണമേ. കർത്താവേ, ഞങ്ങളുടെ കൃപയുടെ അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, നിറയ്ക്കണമേ, പരിപാലിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ.
ശക്തിയാലെത്തി സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലെത്തി ആത്മാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആടിക്കല്ലും കയറ്റാം ദൈവസഭ പണിയാം ആത്മാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആടിക്കല്ലും കയറ്റാം ദൈവസഭ പണിയാം പുസ്തകാളിൽ മുൻപഴപ്പിച്ച പരമപിതാവേ പിന്തുടരാം പുസ്തകാളിൽ മുൻപഴപ്പിച്ച പരമപിതാവേ പിന്തുടരാം പിന്തുടരേണം മായും വരേണം നെഞ്ചുണർന്ന് വേല ചെയ്യുവാൻ പിന്തുടരേണം മായും വരേണം നെഞ്ചുണർന്ന് വേല ചെയ്യുവാൻ പുസ്തകാളിൽ മുൻപഴപ്പിച്ച പരമപിതാവേ പിന്തുടരാം പുസ്തകാളിൽ മുൻപഴപ്പിച്ച പരമപിതാവേ പിന്തുടരാം. കർത്താവായ ഈശോയെ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. പെന്തക്കോസ്ത് ഒരുക്കത്തെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെല്ലാവരിലേക്കും ഞങ്ങളുടെ നാട്ടിലും ദേശത്തും രാജ്യത്തും ലോകം മുഴുവനിലും പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ. കർത്താവെ ലോകത്തെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാമാരിയുടെ ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ കർത്താവെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ, ദൈവിക ശക്തി നിറയട്ടെ. കർത്താവെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മധ്യസ്ഥയായി കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.